ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്ന് ബ്രസീലിയൻ ലീഗിൽ നടന്ന മത്സരത്തിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് സാന്റോസ് റമോയെ പരാജയപ്പെടുത്തിയത്. മത്സരത്തിൽ മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം സ്വന്തമാക്കിയത് നെയ്മർ ജൂനിയർ ആണ്. ഒരു കിടിലൻ അസിസ്റ്റ് അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല 4 കീ പാസുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. അങ്ങനെ മികച്ച പ്രകടനമാണ് മത്സരത്തിൽ നെയ്മർ നടത്തിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു കണക്ക് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതായത് 2025 34 റൗണ്ട് മത്സരങ്ങൾക്ക് ശേഷം ബ്രസീലിയൻ ലീഗിൽ ഏറ്റവും കൂടുതൽ ഗോൾ പങ്കാളിത്തങ്ങൾ വഹിച്ച താരങ്ങളുടെ ഒരു ലിസ്റ്റാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത്. ഒന്നാം സ്ഥാനത്തുള്ളത് മറ്റാരുമല്ല, സാക്ഷാൽ നെയ്മർ ജൂനിയർ ആണ്. അതായത് സമീപകാലത്ത് ബ്രസീലിയൻ ലീഗ് മത്സരങ്ങളിൽ ഏറ്റവും കൂടുതൽ ഗോളുകളും അസിസ്റ്റുകളും നേടിയ താരങ്ങളുടെ പട്ടികയിൽ ഒന്നാമത് എത്താൻ നെയ്മർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ വ്യക്തമായ കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. നെയ്മർ ജൂനിയർ 8 ഗോളുകളും 3 അസിസ്റ്റുകളും സ്വന്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ 11 ഗോൾ പങ്കാളിത്തങ്ങളാണ് നെയ്മർ ജൂനിയർ വഹിച്ചിട്ടുള്ളത്. കേവലം അതിനു വേണ്ടി 8 മത്സരങ്ങൾ മാത്രമാണ് നെയ്മർക്ക് എടുത്തിട്ടുള്ളത്. 8 മത്സരങ്ങളിൽ നിന്ന് 11 ഗോൾ പങ്കാളിത്തങ്ങൾ നെയ്മർ വഹിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നെയ്മറോടൊപ്പം മറ്റൊരു താരം കൂടിയുണ്ട്. ഗ്രിമിയോയുടെ സ്ട്രൈക്കറായ കാർലോസ് വിനീഷ്യസ് ആണ്. അദ്ദേഹം 11 ഗോൾ പങ്കാളിത്തങ്ങൾ വഹിച്ചു എന്ന് പറയുമ്പോൾ അത് 11 ഗോളുകളാണ്. പക്ഷേ 12 മത്സരങ്ങളിൽ നിന്നാണ് അദ്ദേഹം 11 ഗോൾ പങ്കാളിത്തങ്ങൾ വഹിച്ചിട്ടുള്ളത്. നെയ്മറുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ 8 മത്സരങ്ങളിൽ നിന്ന് 11 ഗോളുകളിൽ അദ്ദേഹം തൻ്റെ പങ്കാളിത്തം അറിയിച്ചു എന്നുള്ളതാണ്. അതിനുശേഷം ആൻഡ്രിയാസ് പെരേര വരുന്നു. 1 ഗോളും 7 അസിസ്റ്റും അദ്ദേഹം നേടി, 8 ഗോൾ പങ്കാളിത്തങ്ങൾ. പിന്നീട് ഫ്ലുമിനൻസിന്റെ ലൂസിയാനോ വരുന്നു. 4 ഗോളുകളും 4 അസിസ്റ്റുകളും അഥവാ 8 ഗോൾ പങ്കാളിത്തങ്ങൾ. പിന്നീട് ബോട്ടഫോഗയുടെ ഡാനിലോ 5 ഗോളുകളും 2 അസിസ്റ്റുകളും അഥവാ 7 ഗോൾ പങ്കാളിത്തങ്ങൾ. ഇവിടെയാണ് നെയ്മർ വ്യത്യസ്തനാകുന്നത്. കുറഞ്ഞ മത്സരങ്ങൾ കളിച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ ഗോൾ കോൺട്രിബ്യൂഷൻസ് നേടിയ താരമായി കൊണ്ട് നെയ്മർ ഇപ്പോൾ മാറിയിരിക്കുകയാണ്. ഇതൊന്നും ആഞ്ചലോട്ടി കാണുന്നില്ല എന്നാണ് ആരാധകർ ചോദിക്കുന്നത്. നെയ്മറുടെ ഫിറ്റ്നസിന്റെ പേരും പറഞ്ഞുകൊണ്ടാണ് കാർലോ ആഞ്ചലോട്ടി അദ്ദേഹത്തെ ഇപ്പോൾ അവഗണിക്കുന്നത്. അടുത്ത വേൾഡ് കപ്പ് ടീമിലും നെയ്മർ ഉണ്ടാകുമോ എന്നുള്ളത് ഉറപ്പില്ല. പക്ഷെ നെയ്മർ കളിക്കുന്ന സമയത്തെല്ലാം മികച്ച പ്രകടനം നടത്തുന്നുണ്ട്. അതിന്റെ ഒരു തെളിവാണ് ഇത്. ഗോൾ പങ്കാളിത്തങ്ങളുടെ കാര്യത്തിൽ ബ്രസീലിയൻ ലീഗിൽ 1-ാം സ്ഥാനത്ത് നെയ്മർ ജൂനിയർ ആണ്. എല്ലാ മത്സരങ്ങളിലും അദ്ദേഹം മികച്ച പ്രകടനം നടത്തുന്നുണ്ട്. ഇങ്ങനെ നല്ല രൂപത്തിൽ കളിക്കുന്ന ഒരു താരത്തെ തഴയുന്നത് തീർച്ചയായും കാർലോ ആഞ്ചലോട്ടി കാണിക്കുന്ന ഒരു നീതികേടാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത ടീം വീണ്ടും കാണാം.